ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ അഭിനിവേശം അവസാനിപ്പിക്കണമെന്ന് അറഫ പ്രഭാഷണത്തിൽ ഡോക്ടർ സാലി ബിൻ ഹുമൈദ് ഫലസ്തീന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. പുതിയൊരു ജീവിതത്തെ കരഞ്ഞു ചേർത്ത് വൈകിട്ട് ഹാജിമാർ അറഫയോട് വിട പറഞ്ഞു. തമ്പുകളുടെ അകവും പുറവും ഹാജിമാർ ദൈവത്തോട് സംസാരിച്ച് കരയുന്ന കാഴ്ചകളായിരുന്നു നഗരി നിറയെ. ജീവിതം തന്നവന് മുന്നിൽ മറന്നു കയറിപ്പോയ വഴികളെല്ലാം ഏറ്റുപറയുന്നവർ, തന്ന് നിറഞ്ഞ ജീവിതത്തിന് നന്ദി ചൊല്ലാൻ വിട്ടുപോയവർ, ഒരിക്കലും പോകരുതാത്ത വഴികളിലൂടെ കടന്നവർ, ഗസയിൽ തീയായി അടർന്നു പോയവരുടെ ഉറ്റവർ. അങ്ങനെ വൈവിധ്യങ്ങളായിരുന്നു അറഫ നിറയെ. പക്ഷേ പൊട്ടിക്കരഞ്ഞവനും ഉള്ളുലഞ്ഞവനും കണ്ണിൽ നിന്നും ഉതിർന്ന നീരിന് ഒരേ ചുവയായിരുന്നു. കറുത്തവനും വെളുത്തവനും ശ്രേണിയുള്ളവനും ഇല്ലാത്തവനുമെല്ലാം രണ്ട് കഫൻ പുടവയിൽ ദൈവത്തിനു മുന്നിൽ കുനിഞ്ഞു നിന്ന് കരഞ്ഞു. അറഫ ഉള്ളു പൊള്ളിച്ച ആത്മാവുകൾ. ഹജ്ജിന്റെ ആത്മാവായ അറഫ ഓരോ ഹാജിയെയും അങ്ങനെ പുതിയൊരാളായി പെറ്റിടുന്നു. അങ്ങനെയല്ലാത്തവർക്കെല്ലാം ഹജ്ജ് നഷ്ടമാണെന്നാണ് വിശ്വാസികളുടെ പാഠം. സെക്കൻഡുകൾക്കായി ചീറിപ്പാഞ്ഞു പോകുന്നവനെ ദൈവം കാത്തു നിർത്തി ക്ഷമ പഠിപ്പിക്കുന്ന, സഹനം വരപ്പിക്കുന്ന അറഫ മൈതാനം. പൊള്ളൽ മാറാൻ ഏത് തമ്പിലൊളിച്ചാലും ഉള്ളു കലക്കുന്ന അറഫ. അറഫ ഹജ്ജിന്റെ ആത്മാവാകുന്നത് ഈ തിരിച്ചറിവിലൂടെയാണ്. ഇന്ന് രാവിലെ ഹാജിമാർ മുസ്ദലിഫയിലാണ്. അവിടെ റബ്ബിനെ കിനാവ് കണ്ടവർ കിടക്കും. നാളെ ഏറെ നടന്നു തീർക്കാനുള്ള വഴി ആ കിനാവുകൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും. മുസ്ദലിഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.